ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. റംലാസ് കിച്ചണിൽ ഇന്ന് വന്നിരിക്കുന്നത് ഇടിയപ്പം, അപ്പം, പൊറോട്ട, ചപ്പാത്തി, നെയ്ച്ചോറ് എന്ന് വേണ്ട എല്ലാത്തിനെയും കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കുറുമയാണ് ഇത്. വെള്ള കുറുമയാണ്. നമ്മൾ ഒട്ടും മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ഇടാതെ വെറും പച്ചമുളകും കുരുമുളക് പൊടി മാത്രം ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു കുറുമയാണിത്. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ നമുക്ക് സമയം കളയാതെ തന്നെ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയിട്ട് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിൽ പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് തരണം, സപ്പോർട്ട് തരണം. അതേപോലെ പുതിയ ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ഫുള്ളായിട്ട് വീഡിയോ കാണാൻ നോക്കുക. ഞാൻ അതിനു വേണ്ടി ഫസ്റ്റിൽ തന്നെ ഒരു കൈപ്പിടി നിറയെ കാഷ്യൂനട്ട് എടുത്ത് ഞാൻ വെള്ളത്തിൽ ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 3 ഏലക്കായ്, പട്ട, ഗ്രാമ്പ് ഒക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം 2 വലിയ ഉള്ളി നല്ല കനം കുറച്ചരിഞ്ഞ് അതും ചേർത്ത് അതിലേക്ക് 2 കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് വാട്ടിയെടുക്കണം. നല്ലതുപോലെ തന്നെ വാടി വരുമ്പം അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഞാൻ ചേർത്ത് കൊടുത്ത് അതും നല്ലതുപോലെ തന്നെ വാടിയിട്ട് വരണം. വാടി വരുമ്പം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 തക്കാളിയും പിന്നെ അതിലേക്ക് ഒരു 3 പച്ചമുളകും ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കാരണം തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടയാൻ വേണ്ടിയാണ് ഇത് അടച്ചിട്ട് നമ്മളിതൊന്ന് വേവിക്കുന്നത്. നമ്മൾ 2 മിനിറ്റൊക്കെ ഞാൻ കഴിഞ്ഞപ്പം തുറന്ന് നോക്കിയതാണ്. നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി സോഫ്റ്റ് ആവാത്ത കഷ്ണങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കുത്തിയിട്ടൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഞാൻ അതിൽ എല്ലാം തന്നെ നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ 1/2 കിലോ ചിക്കൻ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ലതുപോലെ കഴുകി കറി പീസാണ്. കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, എല്ലാം തേങ്ങാപ്പാലിലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. നല്ലതുപോലെ തന്നെ ഉള്ളിയും തക്കാളിയും ചിക്കനൊക്കെ നല്ലതുപോലെ ഇതേപോലെ തന്നെ നല്ലോണം മിക്സാക്കി കൊടുക്കണം. നമ്മൾ ആ ചിക്കൻ്റെ ചുവപ്പ് കളറൊക്കെ പോയി നല്ലൊരു വൈറ്റ് കളറായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തേങ്ങാപ്പാലാണ്. തേങ്ങൻ്റെ 2ാം പാൽ എല്ലാം നല്ലതുപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സാക്കി അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ചിക്കൻ വേവുന്നവരെ വേവിച്ചിട്ടെടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് നേരത്തെ നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് നമ്മൾ കാഷ്യൂനട്ട് നല്ലതുപോലെ മിക്സിയിൽ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സിയൊക്കെ കഴുകി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് അതിലേക്ക് നമുക്ക് ഒരു 3 പച്ചമുളക്, ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളകാണ്, അതും ഒന്നിങ്ങനെ നടുവിലെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് കൊടുത്ത് നമുക്കൊരു 10 മിനിറ്റും കൂടി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ ചിക്കനൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒന്നാമത് നമ്മൾ ഈ കുറുമക്ക് ഒട്ടും മഞ്ഞൾപ്പൊടിയോ മറ്റു മുളകോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. എല്ലാം പച്ചമുളകും കുരുമുളക് പൊടിയും തന്നെയാണ്. നമ്മൾ ചിക്കൻ കറിയൊക്കെ നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ വെള്ളം കുറച്ചടിച്ചെടുത്ത 1/2 കപ്പ് തേങ്ങൻ്റെ പാലാണ്, അതും ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കറി ശരിക്കും ഒരു നാടൻ കുറുമയാണ്, അടിപൊളി ടേസ്റ്റാണ്. വെളിച്ചെണ്ണയും അതേപോലെ തേങ്ങാപ്പാലും മാത്രമേ ചേർക്കുന്നുള്ളൂ, ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഉണ്ടാക്കിയത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണം. നമ്മളപ്പം അതുപോലെ തന്നെ ഇടിയപ്പം എല്ലാത്തിനും നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ്. പെട്ടെന്ന് തന്നെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കറി ചിക്കനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഞാൻ ഇതിലൊരു കാര്യം വിട്ടതല്ല, എൻ്റെ വീഡിയോ ഡിലീറ്റായി പോയതാണ്. ഒരു ഫ്രൈ പാനിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് ഒരു 5-8 ചെറിയ ഉള്ളിയും അതേപോലെ ഒരു ടേബിൾ സ്പൂണോളം നമ്മളെ കാഷ്യൂനട്ടും നല്ലതുപോലെ ഫ്രൈ ചെയ്ത് നമ്മളെ കറിയിലേക്ക് ലാസ്റ്റ് ഓഫാക്കിയതിന് ശേഷം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ ഓഫാക്കിയതിന് ശേഷം ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഞാൻ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ കറി കാണുമ്പം തന്നെ മനസ്സിലാവും. എന്താണെന്നറിയില്ല, എൻ്റെ ഫോൺ ഹാങ്ങായി പോയതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ആയപ്പോൾ എൻ്റെ ആ വീഡിയോ അങ്ങ് പോയി, അതാണ്, സോറി. എന്നാൽ ശരി, വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക് യു.